ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വന്നേ ഉള്ളൂ. എവിടാണെന്ന് പറയാവോ? വല്ല കക്കൂസിലും ആയിരിക്കും. അത്രയും മതി. മാറണ്ട, നീ മാറണ്ട, നീ അങ്ങനെ തന്നെ ഇരുന്നോ. എന്നാടാ ചക്ക പഴുപ്പിക്കാൻ വെച്ചേക്കണ? അടച്ചോ, പഴുത്തിട്ടില്ല. നീ അത് അടയ്ക്കുമ്പോ അതിന്റെ കൂടെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് മുറുക്ക്, രസം മുട്ടിച്ചാവട്ടെ. ഏതാ ഈ വസൂരി പിടിച്ചവൻ? എന്നതാടെ ഇത്? കൊതത്തിൽ വരെ വസൂരി ഉണ്ടെന്നാ കേട്ടത്. കേട്ടതിനേക്കാൾ വലുതൊന്നുമില്ലല്ലോ. യവന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ വീഡിയോ എടുക്കാനുള്ള അവസ്ഥ എന്തായിരിക്കും? കുറുമ കൂടുന്നുണ്ട്. നിന്റെ ചെറുപ്രായ ആയതുകൊണ്ട് നിന്നെ വെറുതെ വിടുക. നീ 10 വർഷം കൊണ്ട് കാത്തിരിക്കും. എത്തട്ടെ ആ സമയം കീച്ച. കൊതം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് പലപ്പോഴും ഗുദം എന്ന വാക്കിന്റെ ഒരു രൂപഭേദമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ, അതായത് ഗുണം എന്നതിന് കൊണം എന്നൊക്കെ പറയുന്ന പോലെ, ഒരു ഗുണം ഇല്ലാത്തത് എന്നുള്ളതിന് ഒരു കൊണം ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ഗുദം എന്നതിന് കൊതം എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഈ വാക്കിന് വേറെ തന്നെ അർത്ഥങ്ങളുണ്ട്. കഴിവ്, പ്രാപ്തി, സൗകര്യം. കൊതം കെടുക എന്നാൽ കഴിവില്ലാതാവുക എന്നാണ് ഡിക്ഷണറിയിൽ, ശബ്ദധാരാവലിയിൽ കാണുന്ന അർത്ഥം. കഴിവുള്ളവനെ നമുക്കിപ്പോ കൊതവുള്ളവനെന്നൊക്കെ വിളിക്കാല്ലേ? അതെ, അതായത് ഗുണം എന്നതിന് കൊണം എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അത് വളരെ നല്ലൊരു അറിവായിരുന്നു. കുറെ കൊതവുള്ളവന്മാരെ കാണിച്ചു തരാം ഞാൻ. അവരുടെ എല്ലാവരുടെയും കൊത എനിക്ക് പുറത്തെടുക്കണം. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ഫ്രണ്ട് നിഷാന. അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? കൈക്ക് എത്ര? 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? ഒരാളുടെ വിലപ്പെട്ട സമയം കളഞ്ഞ ആ വ്യക്തിനെ വിളിച്ചിട്ട് ഇമ്മാതിരി അപരാധം. ഇവളുടെ ജോലി പോയെന്നാ കേട്ടോ. അവളേതോ RJ ആണെന്നാ കേട്ടോ. RJ അഞ്ജലിയോ അങ്ങനെ എന്താ പേര്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ RJ പണി പോയി. പ്രാങ്കാണ്. ഇങ്ങനെ കുറെ പ്രാങ്ക് കോളുകളുണ്ട്. പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് എന്ത് തന്തയില്ലാത്തരം കാണിക്കാന്നാണ് ഇവറ്റവളുടെ വിചാരം. ഞങ്ങൾക്ക് ആർക്കും ചിരിയൊന്നും വന്നില്ല കേട്ടോ. ഇനിയെങ്കിലും പ്രാങ്ക് എന്ന് പറഞ്ഞ ഇമാതിരി തന്തയില്ലാത്തരം കാണിക്കാതിരിക്കുക. ഹായ് കൂട്ടുകാരെ, ഇതിന്റെ മാമിമാരാണ്. ഹായ് ഹായ്. എല്ലാ വീഡിയോയിലും ഇത് തന്നെ. ഹായ് സുഗന്ധി ബ്ലോഗ്, സുഗന്ധി എല്ലാരും കാണണം. സുഗന്ധി ചേച്ചിക്ക് ജയ്. ടീം ദീപം കി ജയ്. Pronounce this one even though there's nothing easier, including from German. It is said as Porsche. കണ്ടോ? Porsche. It is Porsche. എന്റെ പൊന്നു കൊച്ചെ, നിനക്ക് വയ്യേ? It is Porsche, കേട്ടോ? എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. Porsche. It's pretty straightforward, right? Porsche. നിങ്ങളൊന്ന് ആലോചിക്കുക, ഏതെങ്കിലും ഒരു സാഹിബിനോട് മംഗലശ്ശേരി നീലകണ്ഠന്റെ ചുക്കാമണി എന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ ചുക്കാമണി എന്നൊക്കെ പറയത്തുള്ളൂ. പുള്ളിയുടെ നാക്ക് അതുപോലെ വഴങ്ങണമെന്നില്ല. അത് നമുക്ക് മലയാളത്തിൽ സംസാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ആക്സന്റ് ഉണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ അതല്ല ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്? ശരി, നീയാണ് ശരി, മതിയോ? എന്ത് കിട്ടി ഇതുകൊണ്ട്? ഈ പോർഷെ വാട്ടവർ എല്ലാം കേൾക്കാൻ രസമുണ്ട്. ഇത് വലിയ സ്വർഗം കിട്ടിയ ഫീലാണ് ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ജയിച്ചു. എന്ത് ഈ മൈലുകൾ അവിടെ എവിടെ നിന്ന് പല അഭിപ്രായങ്ങളൊക്കെ പറയും. നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാവും. കൊച്ചു കുട്ടികളൊക്കെ കഷ്ടമായിട്ടാണ് ഇതിനു വേണ്ടിയൊക്കെ വാദിക്കുന്നത് നോക്കുമ്പോഴാണ്. എന്തെങ്കിലും ആവട്ടെ, ഇതിനൊക്കെ വേണ്ടി സംസാരിച്ചിട്ട് കുറെ ഊക്ക് മേടിച്ച് കൂട്ടാന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. വേറെ ഒരു കമ്പനിയുടെ പേര് മാത്രമല്ലേ, ആ കമ്പനി ഒന്നും വീട്ടിൽ തന്തയ്ക്കൊന്നും വിളിക്കാൻ പോകുന്നില്ലല്ലോ മാറ്റി പറഞ്ഞെന്നും പറഞ്ഞു. ജർമ്മൻകാർക്ക് ജർമ്മൻകാരുടെ ഒരു ആക്സന്റ് ഉണ്ട്. അമേരിക്കയിലൊക്കെ വേറെയാണ് പറയുന്നത് പോർഷയ്ക്ക്. You know
You promise you're going to pronounce it that way? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന സീറോയ്ക്ക് ജെറോ എന്നും ജെറോക്സിന് ജെറോക്സ് എന്നൊക്കെ പറയുന്ന കുറെ ഊച്ചാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ, അതൊക്കെ മനസ്സിലാവും. പക്ഷെ ഈ പേര് നമ്മളിപ്പോ പോർഷെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ രസമുണ്ട്, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. It is said as Porsche. മെജോറിറ്റി ഓഫ് ആൾക്കാർ കേട്ടോ, ഞാൻ പറയുന്നത് വളരെ ചുരുക്കം ചില മൈലികൾ മാത്രമേ ഉള്ളൂ. Porsche. It's pretty straightforward, right? ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും അത് പോർഷാന്ന് തന്നെയാന്ന്. ഇത് ഇതൊന്നും സംസാരിച്ചു തന്നൊരു കാര്യമില്ല. എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. സീരിയസ്ലി ടോൾ തരാൻ പറ്റില്ല. കൊടുക്കണ്ട കേട്ടോ, എന്റെ വണ്ടി അവിടെ നിർത്തിയിട്ട് വണ്ടികളിൽ നിങ്ങൾ ടോൾ വിരിച്ചിട്ട് ഈ റോഡ് എവിടെ നന്നാക്കണേ? ഞങ്ങൾ തരില്ല, ടോൾ തരില്ല. കേസെടുത്തോ, എന്റെ പേരിൽ കേസെടുത്തോ. നിങ്ങൾ കേസെടുത്തോന്നേ. ഇത്രയും വണ്ടികളിൽ ടോൾ വിരിക്കണ്ട്. അവിടെ ആ റോഡ് സൈഡിൽ എന്തൊക്കെ നിങ്ങൾ കാണിച്ചു വെച്ചാണേ? എന്റെ പൊന്നേട്ടാ, മാന്യമായിട്ട് തരാൻ പറ്റില്ല. കേസെടുത്തോ. നിങ്ങൾ ഹൈവേ അതോറിറ്റി അല്ലേ, കേസെടുത്തോ. എന്റെ പേരും അഡ്രസ്സും എല്ലാം തന്നെ കേസെടുക്കാൻ റെഡിയാണ്. ഇത്രയും ക്ലച്ചും ചവിട്ടി ബ്രേക്കും ചവിട്ടി ഈ റോഡ് സൈഡിലുള്ള കുഴിയും ചാടിച്ച് ഞങ്ങൾ വണ്ടി കംപ്ലൈന്റ് ആയി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടോളും പിരിക്കണം. എവിടത്തെ തോന്നിവാസാ? ഞങ്ങള് ഫാസ്റ്റ് ടാഗിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് കട്ട് ചെയ്യാൻ അറിയാലോ. ഓപ്പൺ ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യും ഇല്ലേ? ചേട്ടാ വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്റെ വണ്ടി അപ്പുറം നിർത്തിയിട്ടുണ്ട്, ഞാനുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചിട്ടാണ് ഈ പറയുന്ന റോഡും വഴിവിളക്കും എല്ലാം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ ഈ കാറുകാരനെ കുറ്റം പറയാൻ കുറെ മൊണ്ണകൾ വന്നിട്ടുണ്ട്. ഇവന്മാർക്കൊന്നും ഒരു കോമൺ സെൻസ് പോലും ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ അവകാശമാണ്, അത് പലർക്കും മനസ്സിലാവുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതിനൊക്കെ പിരിവ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടേണ്ട അവകാശമാണ്. അതുപോലും മനസ്സിലാക്കാണ്ട് കുറെ എണ്ണങ്ങൾ. നല്ല റോഡും വഴിവിളക്കൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവരെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മന്ത്രിമാർ ഇതിനുവേണ്ടി പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത്യാവശ്യം ആളുകൾക്ക് ബോധം വന്നിട്ട് പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെന്നതാടെ ഇത്? എനിക്ക് അറിയാൻ പാടത്തുണ്ടാക്കി. ഇത് നിങ്ങളുടെ ദേശീയ ഗാനം വല്ലതുമാണോ? എന്തോ സുഖമാണ് ഈ പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് തുള്ളിക്കഴിയുമ്പോ. അതങ്ങനെ പറയണ നിങ്ങള്. കേട്ട് ഞാൻ മടുത്തല്ല വെറുത്ത്. മലര് മൗനമായിട്ടിരുന്നൂടെ? புது வாழ்க்கை தந்த வள்ளலே ചമ്മിപ്പോയ മലര്. യമുനയിലോളം സിരകളിലാടാം ഞാൻ. ഇവൻ ഇത് തന്നെ പണി. കൊള്ളാല്ലേ, എന്നാലും അവൻ ചെയ്തല്ലോ, സമ്മതിക്കണത്. ഹായ് സുഗന്ധി ചേച്ചി. ഹായ്, എന്റെ കൂട്ടുകാരാണ്. നിങ്ങളും ധാരമാണ്, എന്റെ കൂട്ടുകാരാണ് കേട്ടാ. ഹായ് കൂട്ടുകാരെ, സുഗന്ധി ബ്ലോഗ് മറക്കല്ലേ. ഇടക്കിങ്ങനെ വന്നേച്ചും പോവാ ചേച്ചി. എന്റെ പേര് സുഗന്ധി. അടുത്ത വിടല. സാരമില്ല. ചെറിയ കഴപ്പൊന്നുമല്ല. എന്നെ കടയിൽ മൂക്കിലൊക്കെ കാണിച്ചു വെച്ചേക്കുന്ന, ചെവിയിലൊക്കെ ഏതാണ്ടൊക്കെ തൂക്കിട്ടേക്കുന്നു. അമാവാസിയിൽ ജനനം, ആസനത്തിൽ മരണം, മുമ്പി ആയില്യം നക്ഷത്രം എണ്ണിക്കാ നിന്നെ. എന്നാടെ ചന്തിക്ക് പേപ്പട്ടി അടിച്ച പരകായ പ്രവേശം, പരകായ പ്രവേശം, അച്ഛന്റെ പ്രവേശനം, ശവപൂജ, ശവം, ആയില്യം നക്ഷത്രം, പലജാതി കഴപ്പ്, പൊലകോയ പ്രവേശനം. പൊലകയ്ക്കൊന്നും തരാത്തതിന്റെയാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിവാഹിതരായാൽ എക്സാമ്പിൾ മാത്രമാണ്, ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ മുട്ടയ്ക്ക് നാൺ വന്നു. ഞാനൊന്നും പറയുന്നുമില്ല. ഞാനിപ്പോ ഇതിന് മറുപടി പറയുന്നില്ല. മറുപടി പറഞ്ഞപ്പോൾ ദേവത ഇന്ദ്രകം വെണ്ണിലമുഖം മൂടിയത് ഏടോ കാർമേഘം തേടലൊരു കണ്ണിൽ ഊടലൊരു കണ്ണിൽ ചേച്ചി തന്നെ ബീജമൊക്കെ ഇട്ടോളൂ. അഴകിയ തായ്മൊഴി
എന്നാ ഒരു എനർജിയാടാ. ഇന്നും തീരും തോന്നലോട്ടെ ഇത്. ചേച്ചി ഇത് എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സുഗന്ധി. എന്നാ പറയാനാണത്? I can repair it for you. സാരമില്ല. ആണോ? മിസ്റ്റർ ദിഗംബരൻ, നൈസ് ടു ഹാവ് മെറ്റ് യു. ദിഗംബരൻ, പീതാംബരൻ, അമാവാസിയിൽ ജനനം, ദിഗംബരൻ, കുറുവാസംഘം, ആയില്യം നക്ഷത്രം. കുറുനരി മോഷ്ടിക്കരുത്. മിസ്റ്റർ ദിഗംബരൻ, ഞാനിപ്പോ ഇതിന് മറുപടി പറയുന്നില്ല. ഇദ്ദേഹം എന്താ പേര്? കവിത. കവിത. ഞാൻ മായാവിശ്വനാഥ്. ഇത് രേഖ. ചേച്ചിയുടെ പേര്? സുഗന്ധി ചേച്ചിക്ക് ജയ്. ടീം ദീപം കി ജയ്. സുഗന്ധി. സുഗന്ധി ചേച്ചിക്ക് ഒരു യൂട്യൂബ് ഉണ്ട്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എല്ലാവിധ ആശംസകളും ആ യൂട്യൂബിന് നേരുന്നു. എന്താ യൂട്യൂബിന്റെ പേര്? സുഗന്ധി വ്ലോഗ്. ഓ, സുഗന്ധി വ്ലോഗ് എന്നാണ് പേര്. സുഗന്ധി വ്ലോഗിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇൻസ്റ്റാഗ്രാമുണ്ട് സുഗന്ധി വ്ലോഗ്. ഓ യാ, സുഗന്ധി വ്ലോഗ്. ഇൻസ്റ്റാഗ്രാമുണ്ട്. കവിതയ്ക്ക് ഉണ്ടോ? കണ്ടാ? യോയാണ്. എന്നിട്ടാണ് എന്നോട് പറയണത് ഞാൻ കിളവിയാണ്, വയസ്സായി. വയസ്സായവരൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് ഉള്ളത്. വയസ്സായവരാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും സുഗന്ധി വ്ലോഗിന് എന്റെ എല്ലാവിധ ആശംസകളും പറയുന്നു. യൂട്യൂബറിന് വീഡിയോ ഓൺ ചെയ്യാൻ അറിയില്ല. വീഡിയോ അപമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അല്ല തോന്നിച്ചേച്ചി. ഓൺ ആയിരുന്നില്ല. ഞാൻ നോക്കിയപ്പോ അങ്ങ് വീഡിയോ എടുക്കുകയാണ്, ഓൺ ആയില്ല. ഐ ലവ് യു. ബൈ. സുഗന്ധി ചേച്ചിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മെസ്സേജ് അയക്കുക. സുഗന്ധി ചേച്ചിക്ക് മുട്ടയിടാൻ പോവല്ല, കറങ്ങാൻ പോകത്തില്ല. എന്നെ പോലെ അല്ല. സുഗന്ധി ചേച്ചിയാണെങ്കിൽ കുത്തിയിരുന്ന് മെസ്സേജ് ഒക്കെ വായിക്കും. മുട്ടയിടല്ല, പാവമാണ്. എവിടെ നോക്കിയാലും സുഗന്ധി ചേച്ചിയുടെ വ്ലോഗ്. സുഗന്ധി ചേച്ചി, സുഗന്ധി ചേച്ചി, സുഗന്ധി ചേച്ചി. സുഗന്ധി ചേച്ചിക്കാണോ നമുക്ക് ശരിക്കും സപ്പോർട്ട് കൊടുക്കണ്ടേ? അല്ല കൂട്ടുകാരെ, ഇതാ എന്റെ ബാക്കിലുണ്ടോ ഞാൻ മണ്ണ്, ചകിരി ഇതെല്ലാം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു ഹൈനയുടെ ഏകദേശ രൂപമാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂട്ടുകാർ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇതിന്റെ മേക്കിംഗ് വീഡിയോ, ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വന്നിട്ടുള്ള വ്യൂസ് എത്രയെന്ന് അറിയോ? വെറും 60 പേരാണ് അതിൽ വന്ന് കണ്ടിട്ടുള്ളൂ കേട്ടോ. എനിക്കറിയില്ല അതിലെന്താ തീരെ വ്യൂസ് വരാത്തെന്നുള്ളത്. ഇനി എന്തെങ്കിലും സെറ്റിങ്സ് എനേബിൾ ചെയ്യാനുണ്ടോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് എൻ്റെ ആർട്ട് സ്പേസ് 158 എന്ന് അടിച്ചാൽ മതി. അതിൽ കയറിയിട്ട് എല്ലാവരും ഒന്ന് മാക്സിമം വീഡിയോ കാണുക. അതുപോലെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. എന്താ അടിപൊളിയായിട്ടല്ലേ പുള്ളിക്കാരനെ ചെയ്തു വെച്ചേക്കുന്നേ. എന്തൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും കഷ്ടപ്പെട്ട് അതൊക്കെ ചെയ്തിട്ട് ഒരു സപ്പോർട്ടില്ല. നിങ്ങളെങ്കിലും ഒന്ന് സപ്പോർട്ട് കൊടുക്കുമോ? ഞാൻ ഏതായാലും പുള്ളിക്കാരൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർട്ട് സ്പേസ് പ്രസാദ് എന്നാണ് ആ ചേട്ടൻ്റെ പേര്. അപ്പോൾ എൻ്റെ വക ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, ചാനൽ നന്നായിട്ട് വളരട്ടെ. ഇനി ഇതുപോലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ആളുണ്ടാക്കി വെച്ചത് റിയൽ ആണെന്ന് വിചാരിച്ച് പുള്ളീനെ തെറിവിളിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കണം പുള്ളിയുടെ ആ ഒരു പെർഫെക്ഷൻ. എന്താണേലും കീപ് ഗോയിങ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.